അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറേബ്യയിലെ സിനാൻ്റെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല തവണകളിലായി തൻ്റെ മുഹ്സിയെക്കുറിച്ച് അവൻ ഓർക്കും. തൻ്റെ മുഹ്സിനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തൊക്കെയായാലും ഇവിടെ റൂമും ഫുഡും എല്ലാം എനിക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ താമസിപ്പിക്കാമായിരുന്നു. അതൊക്കെയാണ് സിനാൻ്റെ ആഗ്രഹം മനസ്സിൽ വെച്ചു എന്നല്ലാതെ ഉമ്മയോടൊന്ന് പറയുകയോ മുഹ്സിനയോടൊന്ന് പറയുകയോ അവൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഇവിടെ കല്യാണം കഴിഞ്ഞ് ഒരു മാസമായപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ടെത്തി. ഒരു ഒറ്റപ്പെടൽ എനിക്ക് നന്നായിട്ടുണ്ട്. പാവൻ്റെ മുഹ്സി, ഓളുടെ കൂടെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല. അപ്പോഴേക്കും ഇങ്ങോട്ട് പോന്നു. ഇവിടെ എത്തിപ്പെട്ടാൽ പിന്നെ തിരിച്ചു പോലൊക്കെ കണക്ക് തന്നെയാണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ സാലറി കിട്ടി കഴിയുമ്പോൾ പിന്നത്തെ പ്രാവശ്യം കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ അങ്ങനെ പിടിച്ചു നിൽക്കും. നാട്ടിലേക്ക് പോകാനൊന്നും അത്ര പെട്ടെന്നൊന്നും തോന്നൂല. പിന്നെ ഉപ്പ വീടും സ്ഥലവും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉമ്മയുടെ നിയന്ത്രണത്തിലാണ്. ഞാൻ വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല. എനിക്ക് പറ്റുമെങ്കിൽ സമ്മതിക്കില്ല എങ്കിലും ഒരു വീട് നിർമ്മിച്ചാലോ, ഞാനും മുഹ്സിനിക്കൊന്ന് സമാധാനത്തോടു കൂടി നിൽക്കാൻ അവൻ വിചാരിക്കുന്നു. പക്ഷെ അതൊരിക്കലും സമ്മതിക്കാൻ ചാൻസില്ല. എന്തൊക്കെ തന്നെയാലും ഉമ്മക്കൊന്ന് വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് അതാ സിനാന് ഫോൺ എടുക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് മോനെ വർത്താനം? സുഖമല്ല എനിക്ക്? ആ ഉമ്മ സുഖമാണ്, അൽഹംദുലില്ലാ. ഇവിടെ തന്നെ സുഖമാണല്ലോ. ഇവിടെ കണ്ടില്ലേ, ഞാനിവിടെ ഡ്യൂട്ടിക്ക് പ്രവേശിച്ച അന്ന് മുതൽ തന്നെ ഇവിടെ റൂമായിട്ടും ഫുഡും അതൊക്കെ എനിക്ക് ഫ്രീ ആണ്. ആ, അതങ്ങനെയൊക്കെ ഉണ്ടാവും. നല്ല മട്ടത്തിൽ കിടന്നുറങ്ങാനോ? ഉമ്മ, അത് കിടന്നുറങ്ങാൻ മാത്രമല്ല, ഫാമിലിക്കും കൂടി ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ആ, അത് ശരി, അങ്ങനല്ലേ. എന്തായാലും ഒരു എല്ലാം കഴിയട്ടെ, എന്നിട്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ കൊണ്ടുപോവാം. ഇപ്പോഴേ അങ്ങനെ ഓളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഓളെ കളിപ്പിച്ച് അവിടെ നിൽക്കും, പണിക്കോ മടിക്കും. ഇവിടെ നിന്ന് എനിക്കറിയാലോ. ഉമ്മയുടെ ആ ഒരു വാക്ക് ഒരിക്കലും അങ്ങനെ സിനാന് പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ എൻ്റെ സിനാനെ ഫോൺ ചെയ്യുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്തോണ്ടി. കുറച്ച് ചെയ്താൽ മതി, ഒന്നായിട്ട് ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഡ്യൂട്ടിക്ക് പോണ സമയം തെറ്റും. രാത്രി കുറേ നേരം കുറുകുറു പറയാൻ നിൽക്കണ്ട. എന്താന്നോ, രാവിലെ നീച്ചാൻ കഴിയൂല. അതന്നെ, എത്ര മണിക്ക് നിങ്ങളെ കിടന്നുറങ്ങൽ? അതിന് നിൽക്കണ്ട. നിങ്ങളിപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങനെ പിന്നെ ഫോണിൽ. എന്തായാലും ഞാൻ എൻ്റെ ആരോഗ്യത്തിനാണ് പറയണത്. ആവശ്യത്തിനും കണ്ടും കേട്ടൊക്കെ മതി, കൂടുതലായിട്ട് ഓവറാക്കണ്ട. അങ്ങനെ കൂടുതലാക്കി സ്നേഹിച്ചാലൊന്നേ പുതിയാപ്പിളടുത്ത് ശരിക്കും നിന്നിട്ടില്ല കേട്ടാ, അധികം മറക്കണ്ട. ഉമ്മയുടെ ആ ഒരു വാക്ക് അവൻ്റെ ഹൃദയത്തിൽ വല്ലാതെ അങ്ങ് കൊണ്ടു. അല്ലേ, അങ്ങനെയുള്ള പലർക്കും തന്നെ ആരെയും കൂടെ പോകും. പിന്നെ ഇപ്പോൾ ഓളെ ഞാൻ അങ്ങനെ സ്നേഹിച്ചിരുന്നു ഇങ്ങനെ സ്നേഹിച്ചിരുന്നു പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അല്ല സിനാനെ, ഓൾക്ക് ഇങ്ങോട്ട് പോരാനായിട്ടില്ലേ? ഞാനായിട്ട് ഇനി വിളിക്കണില്ല. എൻ്റെ വാപ്പനല്ലേ പറഞ്ഞയച്ചത് അങ്ങോട്ട്. ഒന്ന് വിളിച്ചു നോക്ക്, ഇങ്ങോട്ട് കൊടന്നാക്കി തരാൻ പറയും. കൊണ്ടോൽക്ക് എന്താ കൊടന്നാക്കി തരാൻ കഴിയൂലേ? ഉമ്മ ഒരു 4 ദിവസം കൂടെ അവൾ നിന്നോട്ടെ. പൊന്നാര സിനാനെ, എനിക്ക് എൻ്റെ അവസ്ഥ അറിയായിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പം എന്തിനാ ഒരു കല്യാണം കഴിപ്പിച്ചത് എന്നെക്കൊണ്ട്. വീട്ടിലൊരു വേലക്കാരില്ല. എന്നെക്കൊണ്ട് ഈ കണ്ട വലിയ വീട്ടിലത്തെ ഈ പണി മുഴുവൻ എടുക്കാനും കഴിയൂല. ഇപ്പം നിങ്ങളൊക്കെ എന്ത് പണിയാണ് ഇത് കാണിക്കണത്? ഇപ്പോൾ വേലക്കാരി ഇല്ല, മരോളും ഇല്ല എന്ന പോലെയാണ്. ആരെങ്കിലും ഒരാളില്ല ഞാൻ ഇപ്പം ഇങ്ങനെ ശരിയാവുമോ? ഉമ്മ, നമുക്ക് ഒരു വേലക്കാരത്തിനെ നിർത്താം, അതായിരിക്കും നല്ലത്. സിനാൻ്റെ ആ ഒരു മറുപടി ഉമ്മയെ ചൊടിപ്പിച്ചു. എന്തിന്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓളങ്ങോട്ട് വന്നാൽ തന്നെ മതിയല്ലോ. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പരത്താനൊന്നിനും ആരുമില്ല. ഉമ്മ, എന്നാലും നമ്മളെ മിറ്റൊക്കെ ഏക്കർ കണക്കിനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അടിച്ചൊരിയാകുമ്പോൾ ഇതിന് കുഴങ്ങൂലേ? എന്നാൽ അജ്ജിങ്ങോട്ട് പോരും ഓളെ സഹായിക്കാൻ. ഇപ്പോൾ 2 ദിവസമായിക്കും എന്നെ കൊണ്ട് കയ്യടി ഞാൻ തൊട്ടിട്ടില്ല, ഓള് വരട്ടെ ഏതായാലും. അത് കേട്ടപ്പോൾ സിനാന് സങ്കടം വന്നു. കാരണം വീട്ടിൽ മരങ്ങളുണ്ട്, മുറ്റത്തേക്ക് ഒരുപാട് ഇലകളും കൊഴിയും. അതൊക്കെ അടിച്ചു വാരിയിട്ടില്ല. മുഹ്സിന് വരട്ടെ എന്ന് കാത്തു നിൽക്കുകയാണത്രേ. പഠിച്ചവനെ, എന്തൊരു വിധിയാണിത്. പാവം ആ പെണ്ണ് കഷ്ടപ്പെട്ടു. അല്ല എന്തപ്പോൾ ചെയ്യാം? ഉമ്മ, എന്ന് ഞാൻ പിന്നെ വിളിക്കട്ടോ. സിനാന് സങ്കടമായിരുന്നു. ആ, നീ നേരെ ഓൾക്ക് വിളിച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോൾ സിനാന് അതാ മുഹ്സിക്ക് വിളിക്കുന്നു. ഉമ്മ ഫോൺ എടുത്ത് അടിച്ചു നോക്കി. ആ, ഓളെ നമ്പർ ബിസിയാണ്. ഓക്കെ,
അപ്പോൾ സംസാരിക്കായിരിക്കും. ഉമ്മ ഇടയ്ക്കിടെ അടിച്ചുകൊണ്ടിരുന്നു. ഹോ, എത്ര സമയം എന്തൊക്കെയാണ് അവൻ പ്ലാൻ ചെയ്യണം, മാപ്പിളയും പെണ്ണുങ്ങളും കൂടി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഓൾ 8 ദിവസത്തിന് പറഞ്ഞ ഓളമ്മ കൂട്ടിക്കൊണ്ടേക്കണ്. തിരിച്ചു കൊണ്ടുവരാൻ അപ്പോൾ ഒരു വഴിയും കാണുന്നില്ല. നല്ലൊരു ഐഡിയ കിട്ടിക്കണ്. ഓളെ നാത്തൂന് ഇതാ 10 കഴിഞ്ഞ് നിൽക്കുകയാണ്. 9ാം മാസത്തിൽ കടങ്ങിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബേക്കറി എന്തൊക്കെയാണ് കൊണ്ടുപോയിക്കാണ്ടേ ഓളോട് കൂട്ടിക്കൊണ്ടുവരാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിലേ ശരിയാവില്ല. ഓളവിടെ റെസ്റ്റ് എടുത്തുകാണ്ടേ എന്തെങ്കിലും ആയാൽ അതും ആയി. എന്തൊക്കെയാണെന്നാവും, ഒരു സമാധാനമില്ല. കുട്ടികളായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കഥ. അന്ന് സ്നേഹത്തോടെ ഉപ്പയോട് അതാ പറയുന്നു. ഇക്ക, ഓ എന്താടി നോക്കി, നമ്മളെ മുഹ്സിൻ്റെ നാത്തൂന് 10 കഴിഞ്ഞ് നിൽക്കല്ലേ, ഓളെ കാണാൻ പോണ്ടേ നമുക്ക്? എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോകണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? ഇതെന്താ ഇതുവരെ ഈ പറയാതിരുന്നത് ഇപ്പം പിടിച്ച്? അല്ലേ, നമുക്ക് പോവുക. നിങ്ങൾ വണ്ടി എടുക്കി, ഞാൻ മാറ്റട്ടെ. അപ്പോഴേക്കും ഉമ്മ മാറ്റാൻ പോയി. ഇത്ര പെട്ടെന്ന് പരിപാടി കഴിച്ചോ? അല്ലെങ്കിൽ ഒരുക്കം തീരൂരല്ലോ. അങ്ങനെ അതാ മുഹ്സിനയുടെ വീട്ടിലേക്ക് ഉമ്മയും ഉപ്പയും പുറപ്പെടുന്നു. കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം ആ വലിയ വീടിന് മുമ്പിൽ ആ കാറ് ചെന്ന് നിന്നു. എന്താല്ലേ വലിയ വീടൊക്കെ. ഒരാൾ ഔദാര്യത്തിൽ കിട്ടിയല്ല, സ്വന്തം ഉണ്ടാക്കിയൊന്നുമില്ലല്ലോ. വീണ്ടും പുച്ഛത്തോടെയുള്ള സംസാരം. മുഹ്സിയെ അവളുടെ ഇത്താത്ത. കാറിൻ്റെ ശബ്ദം കേട്ടിട്ട് അവർ പോയി നോക്കിയതായിരുന്നു. എന്ത് ഇത്താത്ത? ദാ അവിടെ എൻ്റെ ഉമ്മയപ്പൊക്കെ വന്നിക്കണടി, ചെല്ല്. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, 8 ദിവസം തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവർ അതാ എന്തൊക്കെയോ സാധനങ്ങളുമായിട്ടാണ് വരുന്നത്. ചിരിച്ചുകൊണ്ട് ഉമ്മയും കയറി വരുന്നു. ഉമ്മ, ഉപ്പ കയറിയിരിക്കേ. മുഹ്സിനെ കണ്ടപാടെ അവളുടെ ഉമ്മ, എൻ്റെ റബ്ബേ, ഇതിപ്പോൾ എന്താ കഥ? എന്തി ഉമ്മ, എന്താപ്പം എൻ്റെ കോലയക്കണ്? എന്തിവിടെ തിന്നലുമില്ലേ? തിന്നാൻ കിട്ടില്ല എനിക്ക്? എന്താണത്? അവിടുന്ന് പോരുമ്പോൾ എന്തൊരു പുഷ്ടിയുള്ള പെൺകുട്ടിയായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ പറ്റങ്ങണ്ട് എല്ലും തോലും വയ്ക്കണല്ലോ. അത് കേട്ടുകൊണ്ട് ഉപ്പ, എവിടെടി? എൻ്റെ ഉമ്മാൻ്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു. ഈ എന്താ ഒരു കുഴപ്പം എനിക്ക് പറ്റിയില്ലല്ലോ. എടി, എനിക്കെന്താ കണ്ണില്ലേ? അവളെന്താ ഉഷാറായിക്കല്ലോ ഒന്നും കൂടി. എന്താ നീ ഇങ്ങനെയൊക്കെ പറയണത്? എങ്ങനെയെങ്കിലും ഇവിടുത്തെ വീട്ടുകാരെ കെട്ടുക എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അവർക്കുള്ളത്. എൻ്റെ റബ്ബേ, ഇവിടെ നിന്നാഞ്ഞിപ്പോൾ ശരിക്ക് തിന്നാനും കുടിച്ചാനും ഇല്ലായിട്ട് കേൾക്കാരം അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടാകാനാ അതൊക്കെ. അപ്പോഴേക്കും അതാ മുഹ്സിനയുടെ ഉമ്മയും അങ്ങോട്ട് വന്നു. നിങ്ങളെത്തി, എന്തൊക്കെ സുഖല്ലേ? ഞാൻ മോളൊന്ന് കാണാമെന്ന് വിചാരിച്ചു കാണ്ടേ അങ്ങനെ വന്നതായിരുന്നു. എന്തൊക്കെ വർത്താനം, സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, സുഖമാണ്. എന്തൊക്കെ നിങ്ങളെ വർത്താനം? എൻ്റെ വർത്താനം പറയണമെങ്കിൽ പൊന്നാരെ ഞങ്ങളോട് പറയാൻ കാലുകൊണ്ട് നടക്കാനൊന്നും കഴിയൂല. ഒരു പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇരുന്നിട്ട് വേണം മറ്റുള്ള പണിയെടുക്കാൻ. അങ്ങനെയാണ്, എന്നെ കൊണ്ട് കഴിയൂല കേട്ടോ. അത് കേട്ടപ്പോൾ ഉമ്മയുടെ മുഖം വാടി. പഠിച്ചോനെ, എൻ്റെ കുട്ടിനെ ഇപ്പത്തിനൊരു കൊണ്ടുപോവോ എന്താവോ? അവളുടെ നാത്തൂനും അനിയത്തിയും പെട്ടെന്ന് ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു. ചായ എടുക്കേണ്ട ആവശ്യമില്ലേ, ഞങ്ങൾ പോവാണ്. പിന്നെ മുഹ്സിയെ എന്നാൽ മാറ്റിക്കോ. അത് കേട്ട് മുഹ്സിന് ഞെട്ടിപ്പോയി. ഒരു 8 ദിവസം തികഞ്ഞിരുന്നെങ്കിൽ അത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഇതിപ്പോൾ മുഹ്സിയെ എന്താ മുണ്ടാട്ടില്ലാത്തത്? ഉമ്മാക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഉമ്മ പറഞ്ഞു, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓളെ ഞങ്ങളോട് കൊണ്ടുവന്നാക്കിത്തരാം. എന്താന്നോ, ഇനിയിപ്പോൾ ഇവളെ ഡേറ്റ് വയ്ക്കണേ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ എനിക്ക് അറിയണില്ല. അപ്പോൾ ഓളുണ്ടെങ്കിൽ പിന്നെ മറ്റോൾക്കൊരു സമാധാനമാണ്. അങ്ങനെ ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഓളൊറ്റയ്ക്ക് വിട്ട് എനിക്കാണ് ഇവിടെ നിൽക്കാൻ കഴിയൂല. എന്തപ്പോൾ ഞാൻ ചെയ്യുക? ഓളെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആകെ ഒരു 4 ദിവസമുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഡേറ്റൊക്കെ അയക്കണേ. അപ്പോൾ ഒന്നും കൂടി 2 ദിവസം കൂടി കാത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. വേദന വന്നിട്ടുമില്ല. അങ്ങനെ കൊണ്ടുപോയാൽ പോരെ ഓളെ? അല്ലെങ്കിൽ മോൾ ഒറ്റക്കാവും. പിന്നെ ഇനിയിപ്പോൾ അവിടേക്കും ഇവിടേക്കാവും പറഞ്ഞേക്കണം. എന്താ നിങ്ങളീ പറയണത്? ഇത്ര ദിവസമായി ഓൾ വന്നിട്ട്. ഞാൻ ഒറ്റക്കല്ല ഇവിടെ. ഒരു ചിന്തയും കൂടി നിങ്ങൾക്ക് ഇല്ലല്ലോ. അതെന്താ, മരുവൾക്ക് പെരക്കാരൊന്നുമില്ലേ? കൂട്ടുകാരൊന്നുമില്ല ഓൾക്ക് വന്ന് നിൽക്കാനൊന്നും? ഉമ്മയുടെ ആ സംസാരം അത് വല്ലാതെ അവർക്ക് കൊണ്ടു. അല്ല, കൂട്ടുകാരില്ലായിട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് പോകാഞ്ഞാൽ പറ്റുമോ? പിന്നെയെന്ന് വെച്ചാൽ പ്രസവത്തിന് കൊണ്ടുപോയിട്ട്
ഓളങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നിക്കാണ്. അതായത് ഇനി പോകാൻ വരുമ്പോൾ ഇവിടെ ഒരാൾ വേണ്ടേ. ഒരാഴ്ച കുറച്ച് ദിവസം ഇവിടെ എവിടെയൊക്കെ ആയിട്ട് നിന്നിക്കണ്. അപ്പോൾ ഓളെ ഇഷ്ടം പോലെ ഇട്ട് ഞാൻ നിർബന്ധിക്കണില്ല. കാരണം 7 മാസം കഴിഞ്ഞാൽ വെച്ചാൽ സാധാരണയായിട്ട് നമ്മൾ പെണ്ണുങ്ങളെ വീട്ടിലേക്കാണല്ലോ കുട്ടികളെ വിടലേ. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ അതിനോട് വലിയൊരു അപ്പോൾ പിന്നെ ഓനെ അങ്ങനെ ഇഷ്ടമാണ്. ഓന് വേഴച്ചൊക്കെ വരുമ്പോഴൊക്കെ ഓളില്ലാഞ്ഞൊരു പ്രയാസമാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾ അങ്ങോട്ട് പോകാൻ മടിയാണെങ്കിൽ മോനെ എന്നാൽ ജി ഓളെ ഇങ്ങോട്ട് കൊടുന്നോ എന്ന് പറഞ്ഞേക്കാണ്. അങ്ങനെ ഓൾക്കാണെങ്കിൽ ഇവിടുന്ന് പോകാനും പൂതില്ല. അങ്ങനെ നിന്നാണ്. അപ്പോൾ അവസാനമായപ്പോൾ പിന്നെ വിചാരിച്ചു ഇവിടെ അല്ലേ ഓനൊക്കെ ഉണ്ടാകുക എന്ന് കരുതിയിട്ട് പിന്നെ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് കരുതിയതാണ്. അപ്പോൾ ഓളെ ഡേറ്റ് ആയും ചെയ്തിക്കണേ. ഇനിയിപ്പോൾ അതാണ് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ പോരെ. നിങ്ങളെന്ത് വർത്താനാ താത്ത ഈ പറയണത്? കെട്ടിച്ച് വിട്ടാൽ പിന്നെ മക്കൾ ഓലെ വീട്ടിലല്ലേ നിൽക്കേണ്ടത്? പുതിയാപ്പള്ളിൻ്റെ വീട്ടിൽ അല്ലേ? സീനു ഇല്ലല്ലോ അവിടെ. സീനു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ പിടിച്ചു വെക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മോനെ കൊണ്ട് പെണ്ണെട്ടിച്ചിക്കണതേ എനിക്കൊരാളാവശ്യത്തിനാണ്. എനിക്കെൻ്റെ കാലുകൊണ്ടും കൈകൊണ്ടും ഊരുകൊണ്ടും വയ്യ. പണിക്കാരത്തിയാണെങ്കിൽ പോവുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ കുട്ടീനോട് ഇവരോട് പറഞ്ഞാണ് കല്യാണത്തിൻ്റെ മുമ്പായിട്ട് തന്നെ ഒരു പെണ്ണിനെ കിട്ടിയാലും വലിയൊരു സുഖമായിരുന്നു എന്നുള്ളത്. അങ്ങനല്ല മോനെ കൊണ്ട് പെട്ടെന്ന് കല്യാണം ഉണ്ടാക്കിച്ചതൊക്കെ. അവൻ ഗൾഫിലും കൂടി പോയിട്ടില്ലേന്. പെട്ടെന്ന് കല്യാണമൊക്കെ ഉണ്ടാക്കിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാറുമ്പോൾ അതൊന്നിപ്പോൾ എനിക്ക് ഒരു സുഖം കിട്ടണില്ല. അല്ല ഇനിയിപ്പോൾ നിങ്ങളിവിടെ നിർത്തിക്കൂടെ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ മുഹ്സിനയുടെ ഉമ്മക്ക് ഭയമായി. പഠിച്ചവൻ എന്തൊക്കെയാണ് ഇവർ ഈ പറയണത്? ഉമ്മാൻ്റെ കുട്ടി പൊയ്ക്കോളിട്ടോ, ഉമ്മാൻ്റെ കുട്ടി പൊയ്ക്കോളി. മറ്റേ എന്താണോ അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. ചെല്ലി ഉമ്മാൻ്റെ കുട്ടി പൊയ്ക്കോളി. മുഹ്സിനക്ക് ഒട്ടും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ അതിലുപ്പ പറഞ്ഞു അത് ഓള് എന്നാൽ അങ്ങനെ ചെയ്തോട്ടെ. ഇനിയിപ്പോൾ ഒരാൾ ഇവിടെ ഇങ്ങനെ ഡെലിവറിക്കൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുപോകണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളും, അതായിരിക്കും നല്ലത്. നിങ്ങളാണ് ഈ കുട്ടികളെ വഷളാക്കണത്. അങ്ങനെ ചെയ്യലിട്ടോ മോളെ, മാറ്റിക്കോ മുഹ്സിനയോട്. അപ്പോൾ നല്ല ഇഷ്ടത്തിൽ അതാ ഉമ്മ പറയുന്നു, ചെല്ലു മോളെ. ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് അവളതാ മാറ്റുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഇത്താത്തയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ആ ഒരു ടൈമിന് ഇവിടെ ഞങ്ങളോട് നിൽക്കാൻ മറന്നതായിരുന്നു ഉമ്മ. ഇനിയിപ്പോൾ പാവൻ്റെ അനിയത്തിക്കുട്ടിയെ അയൽവാസികളുടെ വീട്ടിലേക്കൊക്കെ പറഞ്ഞേക്കേണ്ടി വരും. അല്ലെങ്കിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ട അവസ്ഥയായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിൽ അവിടെ പിന്നെ എല്ലാവരും കൂടി നിൽക്കുന്നത് അത്ര നല്ലതുമല്ലല്ലോ. പക്ഷേ റഷീദ് ഉമ്മ അതിന് സമ്മതിച്ചില്ല. അവൾ പെട്ടെന്ന് മാറ്റി ഒരുങ്ങി ഇറങ്ങി. ഉമ്മ ഞാൻ പോയിട്ട് വരട്ടെ. ഇത്താത്ത പോട്ടെ മോളെ, ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ താത്താക്കൊരു കുഴപ്പമുണ്ടാവില്ല. നല്ല രീതിയിൽ റാഹത്തായിട്ട് പ്രസവിക്കും ഇൻഷാ അല്ലാ. എന്നാൽ പോട്ടെ ഉമ്മ, അസ്സലാമു അലൈക്കും. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് അതാ മുഹ്സിന നിറമിഴികളിലൂടെ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കാറിൻ്റെ ബാക്ക് സീറ്റിൽ അവൾ വന്നിരുന്നു. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ടായിരുന്നു. അതുമൊട്ടും പ്രതീക്ഷിക്കാതെ ഉമ്മ ഒരു ഐഡിയ എടുത്തതാണ് എന്നുള്ള കാര്യമൊന്നും അവൾ അറിയുന്നേയില്ല. എന്തായാലും മരുമകളെ കിട്ടി. അവർക്ക് സന്തോഷമായി. വീട്ടിലേക്ക് ചെന്ന് കയറിയ അവൾ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. എൻ്റെ റബ്ബേ, മുറ്റക്കഥ ആകെ പരന്ന് കിടക്കുന്നു. ഞാൻ പോയതിനു ശേഷം ഉമ്മ ജോലിയെടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അവൾക്കതെല്ലാം കണ്ടപ്പോൾ ആകെ അങ്ങ് ടെൻഷനായി. റബ്ബേ, കുറേ പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അവിടെ കൂട്ടിയിട്ടിക്കണ്. ഇതെന്താ? മുഹ്സിനക്ക് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് ആകെ വിഷമം തോന്നുകയാണ്. അവൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി ചൂലെടുത്ത് ഇറങ്ങുന്നു. ചൂലെടുത്ത് മുറ്റം അടിച്ചു വാരാൻ വേണ്ടി അവൾ തുടങ്ങുന്നു. ഒരുപാട് മുറ്റമുണ്ട്. അപ്പോഴേക്കും ഉപ്പയും എത്തി. ഒരു ബ്രഷും എടുത്ത് അദ്ദേഹവും. ഉമ്മ പറഞ്ഞു, ഇപ്പം ഇല കൊഴയണ കാലമായിട്ട് എത്ര അടിച്ചോരിട്ടും കാണുന്നില്ല. എത്ര ഞാൻ അടിച്ചോരി കൂട്ടി മടുക്കുക എന്നല്ലാതെ പിന്നെയും ഇങ്ങനെ മുറ്റം നിറഞ്ഞു നിൽക്കുകയാണ്. അതിലുപ്പ പറഞ്ഞു, മോളെ ആ ചൂലും എടുത്ത് അവിടെ വെച്ചേക്ക്. എന്നാൽ മുഴുവനും ഇല കൊഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്നായിട്ട് അടിക്കുക. അതായിരിക്കും നല്ലത്. വെറുതെ ഇപ്പം നമ്മൾ എന്തെങ്കിലും പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് കേട്ടപ്പോൾ റഷീദ് ഉമ്മക്ക് ദേഷ്യം വരികയാണ്. ആ പെണ്ണ് വന്നൊക്കെ വൃത്തിയാക്കുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ തന്നെ ഇയാൾ ഇതിനെ തടയാൻ നിൽക്കണത്. അതേ, അടിച്ചു വരാൻ കൂട്ടിട്ടോളി. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇനി കൂടുതലായിരിക്കാം പരക്ക്. എന്നാൽ ഇതൊന്നുകൊണ്ട് വാടി ഇറങ്ങി വാ. എനിക്ക് കുമ്പിടാൻ കഴിയോ? എൻ്റെ കാലിനെ മുട്ടൊന്ന് അമർത്തി എനിക്ക് ഇരിക്കാൻ പോലും കഴിയണില്ല. പിന്നെ എങ്ങനെ?
ഉപ്പ പരമാവധി അവളെ ഹെൽപ്പ് ചെയ്തു. പാവം അവൾ അവിടെയുള്ള ചെമ്മലെല്ലാം കൂട്ടി അത് വാഴൻ്റെ തെങ്ങിൻ്റെയൊക്കെ ചോട്ടിലേക്ക് കൊണ്ടുപോയിടുന്നു. മോളെ മതി, ഇനി നാളെ ചെയ്യാം, ഉപ്പയുടെ നിർദ്ദേശം. പക്ഷേ പണി മുഴുവനാക്കാതെ പോകുന്നത് അവൾക്കൊട്ടും ഇഷ്ടവുമല്ല. അതുമാത്രമല്ല, പിറ്റേ ദിവസവും ഞാൻ തന്നെ എടുക്കണ്ടേ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലുണ്ടായതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു, ഉപ്പ അത് ഞാൻ മുഴുവനാക്കിക്കൊള്ളാം, ഉപ്പ പൊയ്ക്കോളൂ. മരുമകളോട് അമ്മോഷൻ കാക്ക സംസാരിക്കുന്നതൊന്നും അമ്മായിമ്മക്ക് ഇഷ്ടമേ അല്ല. നിങ്ങളെ വില കളരുതിട്ടോ. ആവശ്യത്തിന് മരുക്കളോടായാലും പെരുമാറാൻ പറ്റുള്ളൂ, മക്കളല്ലത്. നിങ്ങളിങ്ങനെ എല്ലാത്തിനും ഒപ്പം നിന്ന് നടന്നാലേ അത് പിന്നെ തീരെ വില ഇല്ലാതാവും, ഓർത്തോളി നിങ്ങൾ. എന്താ റഷീദ് ഈ പറയണത്? ആ പെൺകുട്ടിയോട് പിന്നെ മിണ്ടാതും പറയാതെ ഇങ്ങനെ നിൽക്കുക, എത്രയെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കല്ലേ? പെട്ടെന്നതാ സിനാൻ്റെ ഫോൺ വരുന്നു. അവളുടെ ഫോണാണ് ബെല്ലടിക്കുന്നത്. ഉമ്മ അത് കണ്ടപ്പോൾ തന്നെ വന്ന് കയറിയിട്ടില്ല, അപ്പോഴും തുടങ്ങി വിളി. അവൾ ഓടിയെത്തി, കൈ കഴുകി അവൾ ഫോൺ എടുത്തു. ഹലോ മുസി, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ലേ? അൽഹംദുലില്ലാ സുഖമാണ്. എന്തത്ര പതുക്കെ സംസാരിക്കുന്നത്? അത് ഇന്നലെയൊക്കെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നല്ലോ സംസാരിച്ചത്. അതൊന്നുമില്ല, എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ, നീ മറച്ചു വെക്കുന്നത് എന്താടി, പറ. അവൻ്റെ ആ ഒരു ഫോൺ വിളി അത് ഉമ്മ ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഉമ്മയും ബാപ്പയും ഇവിടെ ഉണ്ടല്ലോ, ഓലോടൊന്ന് സംസാരിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഇത് പെണ്ണുങ്ങളോട് ഇങ്ങനെ 24 മണിക്കൂറും സംസാരിച്ചിരിക്കുക, എന്തൊരു സ്വഭാവമാണിത്. സിനാനെ, എൻ്റെ പൂതി ഞാൻ കാണിച്ചു തരട്ടാ. എൻ്റെ അമ്മ കുറച്ച് കാര്യങ്ങൾ വേറെ മനസ്സിൽ കണ്ടേക്കണ്, അത് നടത്താതെ ഞാൻ നിൽക്കൂല. നോക്കിക്കോ, എനിക്കെൻ്റെ പെരീക്കൊരു വേലക്കാരത്തിനെ വേണം. പക്ഷേ വേലക്കാരിയാകാൻ എപ്പോഴും പറ്റിയത് മുഹ്സിനാണ്. ഓൾക്ക് ആ മട്ടത്തിന് നല്ല രീതിയിൽ എടുക്കാൻ കഴിയും. അത്ര വൃത്തിയും വെടുപ്പുള്ള പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. സിനാൻ്റെ ഉമ്മ മനസ്സിൽ അത് കണ്ടുകൊണ്ടിരുന്നു, ആ ഒരു ചിത്രം. മുഹ്സിനെ ഇവിടുത്തെ വേലക്കാരിയാക്കണം, എന്നിട്ട് സിനുവിനെ കൊണ്ട് മറ്റൊരു അതാണ് എൻ്റെ പ്ലാനിങ്. നടക്കുമോ എന്തോ, നടന്നില്ലെങ്കിൽ ഞാൻ നടത്തിക്കൂലേ. അവനക്ക് കുറച്ചേറെയാണ് പെണ്ണുങ്ങളോടുള്ള സ്നേഹം. അത്ര പാടില്ല, സ്നേഹിക്കണം, പക്ഷെ ഇത് കുറച്ച് ഓവറാണ്. എന്തൊരു ഓവറാണ്. ഇനിയിപ്പോൾ കട്ട് ചെയ്ത് പിന്നെ ഇനിയിപ്പോൾ മഗ്‌രിബിൻ്റെ സമയം ഇതൊക്കെ കഴിഞ്ഞാലിതാ വീണ്ടും തുടങ്ങി. എന്താ ഓരോ കഥ. മുഹ്സിന, അവൾ നെട്ടിത്തിരിച്ചു. അവളുടെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. മതി, ഓനോട് വെക്കാൻ പറഞ്ഞാ. അതെ, ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറയും. പെട്ടെന്ന് അവൾ ഫോൺ കട്ട് ചെയ്തു. അവൾക്ക് പേടിയായിരുന്നു, കാരണം ഉമ്മ നോക്കി നിൽക്കുന്നുണ്ട്. സിനു, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അവൻക്ക് ഏറെക്കുറെ കാര്യങ്ങളെല്ലാം മനസ്സിലായിരുന്നു. പഠിച്ചവനെ, പ്രവാസിയായി ഞാൻ എൻ്റെ ഭാര്യയോട് ജസ്റ്റ് ഒരു വീഡിയോ കോളിൽ അല്ലെങ്കിൽ കോളിൽ സംസാരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് എൻ്റെ അല്ലാ, 2 ദിവസത്തിനുള്ളിൽ മോളും മക്കളും ഗൾഫിൽ നിന്ന് എത്തും എന്നുള്ളൊരു വാർത്ത എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മോൾക്ക് വേണ്ടി എന്തൊക്കെയോ പല സാധനങ്ങളും അവർ വാങ്ങി വെക്കുന്നു. സിനാൻ്റെ പെങ്ങളും മക്കളും വന്നതിന് ശേഷം എന്തായിരിക്കും മുഹ്സിനയുടെ അവസ്ഥ, കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.